വലിയൊരു മുസ്ലിം പണ്ഡിതൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇവനെ പണ്ഡിതനല്ല, വേറെ വല്ലതും ആണ് വിളിക്കേണ്ടത്. നരച്ച താടി കൊണ്ടോ അതല്ലെങ്കിൽ വലിയ വയസ്സ് കൊണ്ടോ ഒന്നും ഒരിക്കലും ഒരു മനുഷ്യനാവുന്നില്ല. മതം തിന്ന് ജീവിച്ചവന്മാർ മതവർഗീയവാദികൾ മാത്രമേ ആവുകയുള്ളൂ എന്ന് തെളിയിച്ചുകൊണ്ട് ഉമ്മർ ഫൈസി മുക്കം എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ജന്തു, ആ രീതിയിൽ തന്നെ പറയേണ്ടതുണ്ട്. ഇത് എന്റെ മാത്രം വാക്കുകളാണ്, രാജശേഖർജിയുടെ വാക്കുകളല്ല. അത്തരത്തിലുള്ള ആ ഒരു ജന്തുവിന്റെ ആ ഒരു വൃത്തിഹീനമായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ട് തന്നെയാവാം ഈ ലൈവിന്റെ തുടക്കം. അതൊന്ന് കേൾപ്പിക്കാം ഞാൻ മാന്യ പ്രേക്ഷകരെ. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP-യുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ശിവന്റെ ലിംഗം ഉണ്ടായിരുന്നു, പാർവതിന്റെ പറച്ചുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുക. ഓരോ പള്ളിയും പിന്നെ അത് പണ്ട് അവിടെ ശിവന്റെ ലിംഗം ഉണ്ടായിരുന്നു, പാർവതിന്റെ പറച്ചുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുക. സർ, ഉമ്മർ ഫൈസി എന്ന് പറയുന്ന സമസ്തയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അതായത് ബേസിക്കലി മദ്രസ പഠനം കിട്ടിയിട്ടുള്ള ഇവന്മാരുടെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു അന്യമത വിദ്വേഷം എത്രത്തോളമാണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഉമ്മർ ഫൈസി എന്ന് പറയുന്ന സംസ്ഥയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഈ വാക്കുകൾ മാത്രം കേട്ടാൽ മതി. ഓരോ ഹിന്ദുവും ഭഗവാൻ ശിവനെ ഏത് രീതിയിലാണ് കാണുന്നത് നമുക്കറിയാം. പാർവതി ദേവിയെ എങ്ങനെയാണ് നമ്മൾ കാണുന്നതെന്ന് അറിയാം. അവരെ രണ്ടുപേരെയും വെറും ഈ പറയുന്ന കാമത്തിന്റെ ഭാഷയിൽ മാത്രം കാണുന്ന ആ ഒരു കിതാബ് മാത്രം പഠിച്ചിട്ടുള്ള ഈ വർഗം എങ്ങനെയാണ് വാഴ്ത്തിയതെന്ന് നമ്മൾ എല്ലാവരും കേട്ടതാണ്. ശ്രീ രാജശേഖരജി, നമുക്കറിയാം BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. എങ്ങനെയാണ് സാർ ഈ ഒരു വിഷയത്തെ അങ്ങ് നോക്കിക്കാണുന്നത്? ന്യൂസ് കഫേ ലൈവിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാദര നമസ്കാരം. ഇത്തരം ജൽപ്പനങ്ങളെ വാസ്തവത്തിൽ വളരെ വിഷമത്തോടു കൂടിയാണ്, സങ്കടത്തോടു കൂടിയാണ് കാണുന്നത്. ഇവിടെ ഒരു കൂട്ടർക്ക് സമൂഹത്തിൽ എന്തും ആകാമെന്നുള്ള ഒരു വലിയ ധാർഷ്ട്യം എത്രയോ പതിറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നടമാടുന്നു എന്നതിൻ്റെ നിരവധിയായ ദൃഷ്ടാന്തങ്ങളുണ്ട്. അവരുടെ മതേതരത്വം എന്ന് പറയുന്ന കപട മതേതരത്വമാണ്. അവർക്ക് ഒരിക്കലും മതേതരത്വവാദികളാവാൻ അവർക്ക് സാധ്യമല്ല. പക്ഷെ അവരുടെ നിലനിൽപ്പിനു വേണ്ടി അവരെക്കാലവും അവര് പുറമെ പറയുന്നു, അഭിനയിക്കുന്നു എന്ന് വേണം പറയുവാൻ. ഭാരതത്തിലെ ഇസ്ലാമിക സമൂഹത്തിലെ സഹോദരന്മാര് വാസ്തവത്തിൽ മതേതരത്വം അഭിനയിക്കുകയാണ്. ഇപ്പൊ ഭാരത വിഭജനത്തിന് ശേഷമുള്ള സാഹചര്യം നാം ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു 1948 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്? ഏത് പ്രസ്ഥാനമാണോ ഭാരത വിഭജനത്തിന് കാരണക്കാരായത് അതേ വിഭാഗം തന്നെ 20%, 100% മുസ്ലിങ്ങളും പറഞ്ഞു ഞങ്ങൾക്ക് ഭാരതത്തെ വിഭജിക്കുന്നതിനോടാണ് യോജിപ്പ്. പാകിസ്ഥാൻ എന്ന രാഷ്ട്രം, ഇവിടെ ഇത് ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്, ഈ രാജ്യത്ത് ഞങ്ങളുടേതായ വിചാരങ്ങൾ സംരക്ഷിക്കപ്പെടുകയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വേണം എന്ന് പറഞ്ഞ് പലപ്പോഴായിട്ട്, കൃത്യമായി പറഞ്ഞാൽ 72 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണം ഉണ്ടായിരുന്നതിലെ 38 ലക്ഷം സ്ക്വയർ കിലോമീറ്ററും ഇതേപോലെ ഭാഗം പിരിഞ്ഞ് പോയത് മുഴുവൻ വർഗീയതയുടെ അടിസ്ഥാനത്തിലാണ്, ജാതീയതയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ അങ്ങനെ ഭാഗം പിരിഞ്ഞു പോയ ഒരു രാജ്യവും സമാധാനത്തോടു കൂടിയോ ജനാധിപത്യത്തോടു കൂടിയോ മതേതരത്വത്തോടു കൂടിയോ അവിടെ ഒരു ഭരണ സംവിധാനം ഉറപ്പിക്കുവാൻ ഇവർക്ക് ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല എന്നത് പകൽ പോലെ വ്യക്തമല്ലേ. പാകിസ്ഥാൻ ആയാലും ശരി, അഫ്ഗാനിസ്ഥാൻ ആയാലും ശരി,
ബംഗ്ലാദേശ് ആയാലും ഒക്കെ തന്നെ ശരിയായ ഒരു കാഴ്ചപ്പാടാണ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഉമർ ഫൈസി എന്ന് പറയുന്ന ആ വ്യക്തി, അയാൾ പറഞ്ഞത് എന്താണ്? ഒരു സമൂഹത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട, അവന്റെ ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെട്ട, അവന്റെ ദേവതാ സങ്കല്പത്തിലെ പരമോന്നത പദം അലങ്കരിക്കുന്ന പരമശിവ സങ്കല്പത്തെ, ഭഗവാനെ, ആ പരമശിവനെ അധിക്ഷേപിച്ചുകൊണ്ടാണ്, അതേപോലെ തന്നെ പാർവതി ദേവിയെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ആ ദേവീദേവന്മാരുടെ അവയവങ്ങളെ എടുത്തുകൊണ്ട്, നമ്മൾ ആലോചിച്ച് നോക്കണം ഇത്രത്തോളം. ഇവിടെ മറുഭാഗം ഒന്ന് ചിന്തിക്കട്ടെ. നമുക്കറിയാം, തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ മലയാള വിഭാഗം മേധാവിയായിരുന്ന ജോസഫ് മാഷിനുണ്ടായ ഒരു ചോദ്യ പേപ്പറില് മുഹമ്മദ് എന്ന ഒരു വാക്ക് വന്നതിന്റെ പേരിലാണ്. അതിന്റെ പേരിൽ എന്താ സംഭവിച്ചത്? അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ വലത് കരം കൈക്കോടാലിക്ക് വെട്ടി മാറ്റി എടുത്തെറിഞ്ഞ രംഗം നമുക്ക് കാണാൻ സാധിച്ചതാണ്. ഇതിനെ എത്ര മുസ്ലിമങ്ങള്, നമ്മൾ ആലോചിക്കണം, എത്ര മുസ്ലിമങ്ങൾ ഇതിനെ അപലപിച്ചു. ദേശീയ മുസ്ലിം ആയിക്കൊള്ളട്ടെ, വർഗീയ മുസ്ലിം ആയിക്കോട്ടെ, മതേതരത്വ മുസ്ലിം ആയിക്കൊള്ളട്ടെ, ജിഹാദി മുസ്ലിം ആയിക്കോട്ടെ, ആരെങ്കിലും ഇത് തെറ്റാണ്, ഇത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറയുവാനായിട്ട് ആരെങ്കിലും തയ്യാറായോ? ഒന്നും തയ്യാറായില്ല. മറിച്ച് അവര് പറയുന്നതിനെ സ്വാധൂകരിക്കാനും അതിനെ തീരുമാനമാക്കി പ്രചരിപ്പിക്കുവാനും പ്രസരിപ്പിക്കുവാനുള്ള ഒരു ഉത്സാഹമാണ് നടക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു കാര്യമല്ല. എനിക്ക് ഓർമ്മ വരുന്നത് ഏതാണ്ട് ഒരു 10-30 വർഷം മുമ്പ് തമിഴിൽ ഒരു സിനിമ ഇറങ്ങിയിരുന്നു. ഹരിദാസ് എന്നോ മറ്റുമാണ് അതിന്റെ നാമധേയം. അതിലൊരു പാട്ട് രംഗമുണ്ട്. ആ പാട്ടില് മുഖമത് ചന്ദ്രബിംബം എന്നാണ് അതിലെ വരികള്. മുഖമത് ചന്ദ്രബിംബം. അപ്പൊ രചയിതാവ്, ഗാനരചയിതാവ് മുഖമത് ചന്ദ്രബിംബോദയം എന്ന് എഴുതിയപ്പോ നാം ആലോചിച്ച് നോക്കണം, അവിടെ ആ ചിട്ടപ്പെടുത്തിയ ഗാനസംവിധായകൻ ഇത് ചിട്ടപ്പെടുത്തി വന്നപ്പോ മുഖമത് എന്ന പെട്ടെന്ന് ഒറ്റ വാക്കായി, മുഖമത് എന്നത് ഒറ്റ വാക്കായി വന്നു. അത് മുഹമ്മദിനോട് താരതമ്യമുണ്ട് പോലും. നാം ആലോചിച്ച് നോക്കണം. മുഖമത് ചന്ദ്രബിംബോദയം എന്നത്, അത് മുഖമത് എന്ന് ഗാനം ചിട്ടപ്പെടുത്തിയ സംവിധായകൻ മുഖമത് ചന്ദ്രബിംബോദയം എന്ന് പാടിയപ്പോഴേക്കും അത് മുഹമ്മദിനോട് താരതമ്യമുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വര ആ സിനിമ റിലീസ് ചെയ്ത ആ തിയേറ്റർ അടിച്ചു പൊട്ടിച്ച മതേതരത്വമാണ് ഈ ഭാരതത്തിലെ മുസ്ലിമങ്ങളുടെ മതേതരത്വം. ആലോചിച്ച് നോക്കണം. മുഖമത് ചന്ദ്രബിംബോദയം എന്ന് കൃത്യമായിട്ടുള്ളത് ആ ഗാന സംവിധായകൻ മുഖമത് ചന്ദ്രബിംബോദയം എന്നാക്കി. പിന്നീട് അതിന്റെ ഗാന രചയിതാവിനും ആ ഗാന സംവിധായകനും, എന്തിനേറെ ആ തിയേറ്റർ അത് പ്രദർശിപ്പിച്ച, ആ സിനിമ പ്രദർശിപ്പിച്ച സിനിമ തിയേറ്ററിന്റെ ഉടമ, ആ സിനിമയുടെ സംവിധായകൻ, അഭിനേതാക്കൾ, ഇവർക്കൊക്കെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവരെ ഭരണകൂടം തന്നെ വെറുതെ വിട്ടില്ല. അവരെ പിടിച്ചു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? ആ വാക്ക് മാറ്റി വദനമതു ചന്ദ്രബിംബോദയം എന്നാക്കി. മുഖമെന്നുള്ളത് മാറ്റി വദനം എന്ന് മാറ്റിയതിന് ശേഷമാണ് ഈ കൂട്ടർക്ക് സമാധാനം വന്നത്. നാം ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഇവിടെ ഉവൈസിക്ക് എന്തുമാവാം, സമസ്തയുടെ സെക്രട്ടറിക്ക് എന്തുമാവാം. ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ VR രാജശേഖരൻ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ. ഇവിടെ എൻ്റെ വീട്ടിൽ കയറി പോലീസ് കയറി നിരങ്ങും എന്ന് മാത്രമല്ല, ജാമ്യമില്ലാത്ത വകുപ്പുകളൊക്കെ ചേർത്ത് എൻ്റെ പേരിൽ കേസും അതൊക്കെ തന്നെയും വരും. നാം ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതിനകത്തെ എല്ലാ രാഷ്ട്രീയക്കാരും, ഇവിടെ നമുക്കറിയാം മതമില്ലാത്ത ജീവന് വേണ്ടി വാദിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടുള്ള AM ഷംസീർ, സഖാവ് AM ഷംസീർ,
ആ AM ഷംസീർ ആരാ? കേരള നിയമസഭാ സ്പീക്കറാണ്. ആ കേരള നിയമസഭാ സ്പീക്കർ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ് ഹിന്ദുവിനെ ആക്ഷേപിച്ചപ്പോ നമ്മൾ ആലോചിച്ച് നോക്കണം, യാതൊരു വിധമായ കോളിടക്കങ്ങളും കേരളത്തിൽ ഉണ്ടായില്ല. ഞാൻ എൻ്റെ ഇതിലെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ആ കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള AM ഷംസീർ ഒന്നുകൂടി പറഞ്ഞു. എന്തായിരുന്നു പറഞ്ഞറിയാം? എന്റെ മതം, ഇസ്ലാം മതം ശ്രേഷ്ഠ മതമാകുന്നു. എന്റെ മതം ശ്രേഷ്ഠമാണ്. മറ്റുള്ള ഒരു ഭൂരിപക്ഷ ജനതയുടെ സംസ്കാരത്തെ, അവന്റെ വിശ്വാസത്തെ, അവന്റെ ഈശ്വര സങ്കല്പത്തെ, അവന്റെ ക്ഷേത്ര സങ്കല്പത്തെ, അവന്റെ ആരാധനാ സമ്പ്രദായത്തെ, ആചാര അനുഷ്ഠാനങ്ങളെ ഇവർക്ക് ആക്ഷേപിക്കാൻ ആരാണ് ഇതിന് ലൈസൻസ് കൊടുത്തിട്ടുള്ളത്? ഇവിടെ നീതി നിർവഹണം നടത്തേണ്ട പോലീസ്, നീതി നിർവഹണം എല്ലാവർക്കും തുല്യമായി നിർവഹിക്കപ്പെടേണ്ട ഭരണകൂടം ഇവിടെ എന്താ നടപടി ചെയ്യുന്നത്? ഒവൈസി ഇപ്പോഴും എന്താ ചെയ്തിരിക്കുന്നത്? അയാൾക്ക് യാതൊരു കുഴപ്പവുമില്ല. സമസ്തയുടെ നേതാവ് അയാള് ഈ ഹിന്ദുക്കളുടെ ദേവീദേവന്മാരെ ഇത്ര വളരെ മോശമായിട്ട്, ഭഗവാന്റെ ലിംഗമാണ് പോലും ശിവലിംഗം. വാസ്തവത്തില് ഇവനൊക്കെ രണ്ടു കാലിൽ നടക്കുന്നത് ഇവിടുത്തെ ഹിന്ദുവിന്റെ ദൗർബല്യമായിട്ട് ഇവര് കണക്കാക്കരുത്. ഒരു ദിവസം വരും മുഴുവൻ സമൂഹവും ഇത് സഹിക്കുന്നതിനും. പണ്ട് ഒരു ചൊല്ലുണ്ട്, എന്താണെന്നറിയാം, അളമുട്ടിയാൽ ചേരയും കടിക്കുന്ന ഒരു രംഗം. ചേര പൊതുവെ ശാന്ത സ്വഭാവമുള്ള ഒരു ഉരകങ്ങളുടെ പട്ടികയിൽ വരുന്നതാണ്, അല്ലെങ്കിൽ പാമ്പുകളുടെ പട്ടികയിൽ വരുന്നതാണ്. പക്ഷെ അതുപോലും കടിക്കും. അതിനെ കയറി അനാവശ്യമായി ചവിട്ടി ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രതികരിക്കാൻ നിർബന്ധിതമായി തീരും എന്നതിന് രണ്ടു പക്ഷമില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇവർ ഏതെല്ലാം തരത്തിൽ ആക്ഷേപിക്കുന്നു? അപ്പൊ ഇതിനൊക്കെ തന്നെ ഇവർക്ക് യാതൊരു മടിയും കൂടാതെ നിർബാധം നടന്നു പോവുകയാണ്. അവരെ ആരും മുഹമ്മദ് എന്ന് പോലും പറയരുത്, മുഹമ്മദ് എന്ന് പോലും പറയരുത്. അത് മുഹമ്മദിനോട് താരതമ്യം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലും ഇത്തരത്തില്. അപ്പോ ഇവിടെ ഈ ഹിന്ദു വിശ്വാസ പ്രമാണങ്ങളെ തകർക്കാമെന്നും അതിന് ഇവരെ ഈ കേരളത്തില് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന സമയത്ത് ഇടതുപക്ഷ സർക്കാരും വലതുപക്ഷ സർക്കാരും തങ്ങളുടെ എല്ലാ നടപടികളും ഏതിനെ സൂചിപ്പിക്കുന്നതാണ്? ഈ മുസ്ലിം പ്രീണനത്തിന്റെ, ഇസ്ലാമിക പ്രീണനത്തിന്റെ ഭാഗമായിട്ട് തന്നെ കൊണ്ടുപോകുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ശബരിമലയുടെ വിഷയം വന്ന സമയത്തും ആ ശബരിമലയിലേക്ക് ആദ്യമായി പോലീസിന്റെ പടച്ചട്ട അണിയിച്ചുകൊണ്ട് രഹ്ന ഫാത്തിമ എന്ന ആ മുസ്ലിം സ്ത്രീയെ നാം ആലോചിച്ച് നോക്കണം. അവർ മുസ്ലിം സ്ത്രീയാണ്. ആ മുസ്ലിം സ്ത്രീയെ ശബരിമലയിലേക്ക് പോലീസിന്റെ പടച്ചട്ട അണിഞ്ഞ് ഹിന്ദു വിശ്വാസ പ്രമാണങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇരുമുടിക്കട്ട എന്ന അതിവിശിഷ്ടമായ സംവിധാനത്തെ അപമാനിച്ചുകൊണ്ട് ആ സ്ത്രീ ഉപയോഗിച്ച നാപ്കിൻസ്, അവരുപയോഗിച്ച നാപ്കിൻസും അതേപോലെ വൃത്തിഹീനമായ, പുറത്തു പറയാൻ അറപ്പ് തോന്നുന്നതായ വസ്തുക്കൾ നിറച്ച് മുൻമുടിയിലും പിൻമുടിയിലും കെട്ടി നിറച്ചുകൊണ്ട് പോലീസ് അകമ്പടിയോടുകൂടി അവരെ സന്നിധാനത്തേക്ക് കൊണ്ടുവരുവാൻ തയ്യാറായ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അതേപോലെ തന്നെ 2006 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയില് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ കൊടുത്ത കേസിലെ കക്ഷികളായ കേരള സർക്കാരിന് വേണ്ടി അന്നത്തെ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണറും ഒക്കെ ചേർന്ന് കൊടുത്ത സത്യവാങ്മൂലത്തിലെ പരാമർശവും ഈ മുസ്ലിമങ്ങളെ രസിപ്പിക്കുന്നതിന് വേണ്ടി, സുഖിപ്പിക്കുന്നതിന് വേണ്ടി, സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അവര് പറഞ്ഞെന്താണ്? മറ്റ് സെമറ്റിക് മതങ്ങളിൽ നിന്നും വിഭിന്നമായി ഹൈന്ദവ ധർമ്മത്തിലെ അതിനീചവും നിന്ദ്യവും പ്രാകൃതവുമായ അനവധിയായ നിരവധിയായ അനാചാരങ്ങളും ദുരാചാരങ്ങളും നിലനിൽക്കുന്നു. ഇതാണ് അവർ സത്യവാങ്മൂലം കൊടുത്തത്. എന്നിട്ട് ആ വിധി വരുന്ന സമയത്ത് എന്താണ്? ഏതെല്ലാം തരത്തിൽ വേണമെങ്കിലും ഇന്ന് പൊതു ഹിന്ദു സമൂഹത്തിനുണ്ടല്ലോ, കോടതികൾ പോലും അവർക്ക് അപ്രാപ്യമാവുന്നോ എന്ന് തോന്നുന്നു. സർവേശ്വരൻ സത്യമാണ് എങ്കിൽ വരും കാലങ്ങളില്
ഈ ജുഡീഷ്യറിയുടെ പിന്നാമ്പറങ്ങളിൽ നടക്കുന്നതായ തെറ്റായ പ്രവണതകള് മറ നീക്കി പുറത്തു വരും എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. ഭക്തിയോടെ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. സർവേശ്വരനല്ലാതെ മറ്റാരുമില്ല. ജുഡീഷ്യറി പോലും ഹിന്ദുവിന് അപ്രാപ്യമാകുന്ന അല്ലെങ്കിൽ ശരണം പ്രാപിക്കാൻ നിർവാഹമില്ല, പോയിട്ട് കാര്യമില്ല എന്ന ഫീല് തോന്നുന്ന തരത്തിലേക്ക് മാറുന്നുവോ, മാറ്റിമറിക്കാൻ പറ്റിയ ശക്തികള് ഈ കേരളത്തിന്റെ മണ്ണിലും ഭാരതത്തിന്റെ മണ്ണിലും പ്രവർത്തിക്കുന്നുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പല പ്രവർത്തികളും കാണുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഇത്തരം ആളുകള് കോടതിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയെയോ ഭരണകൂടത്തെയോ ഭയമുണ്ടായിരുന്നു എങ്കിൽ ഭരണഘടന ഉറപ്പാക്കുന്ന ഏതൊരു മതസ്ഥനും അവന്റെ വിശ്വാസ പ്രമാണങ്ങളെ വെച്ചു പുലർത്തുവാൻ, അവനെ ആരാധിക്കുവാൻ, അവന് വിശ്വസിക്കുവാൻ. ഇയാളെ ശിവലിംഗം കാണാൻ ഞാൻ വിളിച്ചില്ലല്ലോ, ഹിന്ദുക്കൾ ആരും അയാളെ വിളിച്ചില്ലല്ലോ. അപ്പൊ നാം ഒന്ന് ആലോചിച്ച് നോക്കണം, അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തില് ഇങ്ങോട്ട് കയറി ഇത്തരം അപഹാസ്യമായ അധിക്ഷേപാർഹമായ ഇത്തരം പ്രവണതകളെ ആരാണ് നിയന്ത്രിക്കേണ്ടത്? നിയന്ത്രിക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, രംഗത്തിറങ്ങിയാൽ ഉടൻ തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് നിയമം കയ്യിലെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആക്ഷേപം തലമുറകളെ ഞങ്ങൾ അനുഭവിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു കെട്ടുവയ്പ് വേണ്ട എന്ന് കരുതി ക്ഷമിക്കും തോറും ആ ക്ഷമയുടെ നെല്ലിപ്പല കാണുന്നത് വരേക്കും ഇതേമാതിരി അധിക്ഷേപം തുടരുകയാണെങ്കിൽ ഇനി ഹിന്ദു സംഘടനകൾ, ഹിന്ദു സമൂഹം എന്ത് ചെയ്യണം? ഈ നാട്ടിൽ കോടതി, ഞാൻ ആലോചിച്ചു പോകുന്നത് എന്താണെന്ന് പറയും, കോടതിയെ കുറ്റം പറയൊന്നുമല്ല. കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് സ്വമേധയാ ഒരു ജഡ്ജി കേസ് എടുത്തിരുന്നു. എന്തായിരുന്നു അറിയാമോ? ഫേസ്ബുക്കില് ഒരു ഭക്തൻ ഒരു പരാതി ഇട്ടിരുന്നു. എന്താണെന്ന് അറിയാമോ? തിരുവാറുമ്പള ക്ഷേത്രത്തിലെ പള്ളിയോട സേവാ സംഘം അവിടെ നടത്തുന്ന പള്ളിയോടങ്ങൾക്ക് കൊടുക്കുന്ന വള്ളസദ്യ വഴിപാട് 1-2 ആളുകൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അയാൾ ഒരു പരാതി ഇങ്ങനെ ഫേസ്ബുക്കിൽ കുറിച്ചു. അത് എന്ത് ചെയ്തെന്നറിയാമോ? ബഹുമാനപ്പെട്ട കോടതി സുവമോട്ടോ അനുസരിച്ച് കേസെടുത്തു വലിയ വാദകോലാഹലമായി. ഇതിനെതിരെ കേരള ഹൈക്കോടതിക്ക് എന്ത് പറ്റി? ഈ അധിക്ഷേപം ഒരു വലിയ സമൂഹത്തെ മുഴുവൻ, അതാണ് ഞാൻ പറഞ്ഞത്, ഹിന്ദുവിന്റെ ഈശ്വര സങ്കല്പത്തില് പരമോന്നത പദം അലങ്കരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരനെയും ഭഗവതി ശ്രീ പാർവതിയെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഈ പരാമർശം ഞാൻ തെളിവ് തരാം. എന്തുകൊണ്ട് ചെങ്ങന്നൂർ മഹാദേവനെയും പാർവതി ദേവിയെ അധിക്ഷേപിച്ച മൺട്രോ സാഹിബിനും മദാമ്മയ്ക്കും ഉണ്ടായ അനുഭവത്തിന്റെ, അവരുടെ തിക്താനുഭവത്തിന്റെ പരിഹാരാർത്ഥം എന്തിനു വേണ്ടിയായിരുന്നു അവിടെ തിരുനടയില് പട്ടും വളയും കാപ്പും ഒപ്പം പ്രായച്ചിത്തമായി എല്ലാ മലയാള വർഷവും ഭഗവതിയുടെ മലയാള വർഷത്തിലെ ആദ്യത്തെ തൃപ്പൂത്താറാട്ട് നടത്തുന്നത് മൺട്രോ സാഹിബിന്റെ വക വഴിപാടാണ് ഇന്നും. അപ്പൊ അത്രത്തോളം അപഹാസ്യമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് മുസ്ലിമങ്ങള് മുഹമ്മദ് റിയാസിന്റെ പിടിയിൽ അമർന്നിരിക്കുന്ന കേരളത്തിന്റെ ഭരണകൂടം അത് പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യൂ. ഓരോന്നോരോന്ന് ഇല്ലായ്മ ചെയ്യുന്നുണ്ട്, അക്കൂട്ടത്തിൽ ഇതും കൂടി അങ്ങ് ചെയ്യേ. അപ്പൊ ഇത്രത്തോളം വൈചാരികമായ ബൗദ്ധികമായ തലത്തിൽ ഒരു സമൂഹത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളെ അധിക്ഷേപാർഹമായ തരത്തിൽ പിച്ചി ചീന്തിയിണക്കുകയും ഭരണഘടനാ വിരുദ്ധമായ പ്രവൃത്തി ചെയ്തിട്ട് പോലും ഇവിടെ എന്ത് നടപടിയെടുത്തു? അപ്പൊ ഹിന്ദുക്കളെ ആർക്കും കയറി, അവൻ ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും അവന് ജീവിക്കാൻ അർഹതയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നെങ്കിൽ അത് മഹാകഷ്ടമാണ്. ഹിന്ദു സമാജം പ്രതികരിച്ചിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല.